നമസ്കാരം. കർഷകരുടെ ദില്ലി ചലോ മാർച്ചിന് ഇടയിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് അവിടുത്തെ ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും പോലീസ് വാഹന ഗതാഗതം ഉൾപ്പെടെ തടഞ്ഞതിനാൽ തന്നെ ദില്ലിക്കും ഹരിയാനയ്ക്കും ഇടയിലുള്ള പ്രക്ഷോഭകർ കാൽനടയായി അതിർത്തി കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ നിമിഷങ്ങളിൽ പുറത്തു വരുന്നത്. ചൊവ്വാഴ്ച ആളുകൾ കാൽനടയായി ദില്ലിക്കും ഹരിയാനയ്ക്കും ഇടയിലുള്ള സിംഗു അതിർത്തി കടന്നതായും ദേശീയ മാധ്യമങ്ങൾ പറയുന്നു. കർഷകർ ദില്ലിയിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന് വേണ്ടി ഇവിടെ ഭരണകൂടം കോൺക്രീറ്റ് സ്ലാബുകളും അതിനോടൊപ്പം പോലീസിന്റെ ഭാഗത്തു നിന്ന് ബാരിക്കേഡുകളും ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സ്ലാബുകളും അതിനോടൊപ്പം തന്നെ ബാരിക്കേഡുകളും എല്ലാം തന്നെ കർഷകർ ഇവരുടെ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ വലിയ വടം കെട്ടി വലിച്ചുകൊണ്ടുമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇരുമ്പ് ചങ്ങലകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് ബാരിക്കേഡുകളും മറ്റും കർഷകർ മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനും സാധിക്കും. എന്തായാലും പഞ്ചാബ് ഹരിയാന അതിർത്തിയിലാണ് മാർച്ച് നിലവിലുള്ളത്. ദില്ലിയിൽ കനത്ത സുരക്ഷ അതുകൊണ്ട് തന്നെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കർഷക പ്രതിഷേധം കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറിലും. ദില്ലി ചലോ മാർച്ചിൽ ട്രാക്ടറുകളിൽ എത്തിയ കർഷകർ പഞ്ചാബ് ഹരിയാന അതിർത്തികളിലെ ശംഭുവിലും ജിന്ദിലും കുരുക്ഷേത്രയിലുമാണ് നിലവിൽ തമ്പടിച്ചിരിക്കുന്നത്. കർഷകർ ഇന്ന് ദില്ലിയിലേക്ക് മാർച്ചായി നീങ്ങുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വീണ്ടും കടുപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ കനത്ത പോലീസ് സുരക്ഷ മറികടന്നുകൊണ്ട് യാത്ര മുന്നോട്ട് നീക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ സമരക്കാർ അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇവർ ദില്ലിയിലേക്ക് കടക്കാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ചിലർ കാൽനടയായി അതിർത്തി കടന്നിരിക്കുന്നത്. ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലടക്കം സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. ദില്ലി മെട്രോയുടെ 8 സ്റ്റേഷനുകളിൽ പല ഗേറ്റുകളും ഇന്ന് അടഞ്ഞു കിടക്കുകയുമാണ്. നിലവിൽ എന്തായാലും പ്രശ്നപരിഹാരത്തിന് വേണ്ടി കേന്ദ്രം ഒരിക്കൽ കൂടി കർഷകരോട് സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ചർച്ചയ്ക്കായി മുൻകൈ എടുത്തിട്ടുണ്ട്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി ഈ ഒരു സമരത്തിന്റെ ചിത്രം കൂടുതൽ വ്യക്തമാവും. ഒന്നുകിൽ അനുനയ ചർച്ചകൾക്കൊടുവിൽ കർഷകർ പിരിയും, അല്ലെങ്കിൽ കൂടുതൽ ശക്തമായി തന്നെ അവർ മുന്നേറിക്കൊണ്ടിരിക്കും. നമുക്കറിയാം 6 മാസത്തോളം അവിടെ കഴിയുന്നതിനാവശ്യമുള്ള ആഹാര പദാർത്ഥങ്ങളും ഇന്ധനവും ഉൾപ്പെടെ കരുതിക്കൊണ്ടാണ് കർഷകർ ഈ സമരത്തിലേക്ക് വന്നിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഇവരെ പിരിച്ചുവിടുക അല്ലെങ്കിൽ ഇത് സമാധാനപരമായി ഒതുക്കി തീർക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. സ്ഥിതിഗതികൾ എന്തായാലും കേന്ദ്രം കർശനമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.